ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BBA FIUGയുടെ ഭാഗമായിട്ട് വരുന്ന ബിസിനസ് എക്കണോമിക്സ് എന്ന പേപ്പറിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ്. നമ്മൾ ഈ ഒരു പേപ്പർ എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുമ്പോൾ ഏതെല്ലാം ഏരിയക്ക് പ്രാധാന്യം നൽകണം, ഏതെല്ലാം ഏരിയയിൽ നിന്ന് 3 മാർക്ക് 6 മാർക്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ബിസിനസ് എക്കണോമിക്സിൻ്റെ സിലബസിൽ 4 മൊഡ്യൂളുകളാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂള് ബിസിനസ് എക്കണോമിക്സ് ആൻഡ് മാർക്കറ്റാണ്. രണ്ടാമത്തെ മൊഡ്യൂൾ വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ടു ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. മൂന്നാമത്തെ മൊഡ്യൂള് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. നാലാമത്തെ മൊഡ്യൂള് ബിസിനസ് ഇൻ ദി ഫാക്ടർ മാർക്കറ്റാണ്. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ 2 മൊഡ്യൂളിൽ നിന്ന് നല്ലവണ്ണം പ്രാധാന്യം കൊടുക്കുക. അവിടെ ഒരുപാട് കോൺസെപ്റ്റുകൾ വരുന്ന 2 മൊഡ്യൂളാണ്. ആ 2 മൊഡ്യൂളിനും നല്ലോണം പ്രാധാന്യം നൽകുക. ഓരോ മൊഡ്യൂളിലെയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ നോക്കാം. മൊഡ്യൂൾ 1 ബിസിനസ് എക്കണോമിക്സ് ആൻഡ് മാർക്കറ്റ്. ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇവിടെ 3 ഇൻ്റർലേറ്റഡ് ആയിട്ടുള്ള മേജർ ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അതിൽ ഒരു ടോപ്പിക്കാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്, മറ്റൊരു ടോപ്പിക്കാണ് ബിസിനസ് എക്കണോമിക്സ്, മറ്റൊരു ടോപ്പിക്കാണ് ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ 3 ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതിൽ ഫസ്റ്റ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അപ്പോൾ എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ്? ഒരു ബിസിനസ്സിൻ്റെ സറൗണ്ടിങ്സ് ആണെന്ത് ബിസിനസ് എൻവയോൺമെൻറ്റ്, അതായത് ചുറ്റുപാട്. അപ്പോൾ എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് മീനിങ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിന് നേച്ചർ കൊണ്ട് അർത്ഥമാക്കുന്നത് ഫീച്ചേഴ്സാണ്, ഇമ്പോർട്ടൻസ്. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണ്, നേച്ചർ, ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നീട് ഇവിടെ വളരെ പ്രാധാന്യം നൽകേണ്ട ഒരു ടോപ്പിക്കാണ് കോമ്പോണൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ essay ക്വസ്റ്റ്യൻ ആണ് കോമ്പോണൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിൽ വരുന്ന എൻവയോൺമെൻറ്റ് ആണ് E എക്കണോമിക് എൻവയോൺമെൻറ്റ്, P പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, L ലീഗൽ എൻവയോൺമെൻറ്റ്, S സോഷ്യൽ എൻവയോൺമെൻറ്റ്, T ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, N നാച്ചുറൽ എൻവയോൺമെൻറ്റ്, G ഗ്ലോബൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഓരോ എൻവയോൺമെൻറ്റിൻ്റെ കോമ്പോണൻസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ വർഷം വന്ന യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ essay ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ബിസിനസ് എക്കണോമിക്സ്. ബിസിനസ് എക്കണോമിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറി ആൻഡ് പ്രിൻസിപ്പിൾസ് ഇൻ ദ ഫീൽഡ് ഓഫ് ബിസിനസ് ആണ്. എക്കണോമിക്കിലെ തിയറീസും പ്രിൻസിപ്പിൾസിലും ബിസിനസ്സിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ബിസിനസ് എക്കണോമിക്സിൻ്റെ മറ്റൊരു പേരാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയും. അപ്പോൾ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാലും മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാലും ഒന്നാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, നേച്ചർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ ബിസിനസ് ഓർഗനൈസേഷൻ എന്താണ്, അതിൻ്റെ നേച്ചർ, ടൈപ്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഈ 2 ടോപ്പിക്കിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒന്ന് ബിസിനസ് എൻവയോൺമെൻറ്റും മറ്റൊന്ന് ബിസിനസ് എക്കണോമിക്സും. പിന്നീട് ഇവിടെ വരുന്ന ഒരു ഏരിയയാണ് എക്കണോമിക്സ് ആൻഡ് വേൾഡ് ഓഫ് ബിസിനസ്. അതായത് എക്കണോമിക്സ് നമുക്കറിയാം, എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അലോക്കേഷൻ ഓഫ് കോഴ്സ് റിസോഴ്സാണ് അല്ലേ. ഒരു വേൾഡിലെ ബിസിനസ്സിനെ ബാധിക്കുന്ന ഒരു ജനറൽ കാര്യമാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രോബ്ലംസാണ്. കേഴ്സിറ്റി, അതായത് കേഴ്സിറ്റി എക്കണോമിക്സ് അനുഭവിക്കുന്ന പ്രോബ്ലംസ്. അതുപോലെ തന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, എക്കണോമിക് മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഐഡിയ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് എക്കണോമിക്സ് ആൻഡ് വേൾഡ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഒരു നോട്ട് ചെയ്താനുള്ള അല്ലേ, ഒരു 6 മാർക്കിന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ആ രീതിയിലൊരു ആൻസർ അവിടെ കണ്ടെത്തണം. നെക്സ്റ്റ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്. അപ്പോൾ എന്താണ് മാക്രോ എക്കണോമിക്സ്, എന്താണ് മൈക്രോ എക്കണോമിക്സ്, ഇതിൻ്റെ ഡിഫറൻസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ബ്രോഡ് സ്റ്റഡിയാണ് അല്ലേ, നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, GDP, അങ്ങനെ ബ്രോഡായിട്ടുള്ള സ്റ്റഡിയാണ് ഇത് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എന്ന് പറഞ്ഞാൽ ഒരു നാരോ സ്റ്റഡി, ചെറിയ പഠനമാണ് അല്ലേ. ഏതൊക്കെയാണ്, ഡിമാൻഡ് അനാലിസിസ്, സപ്ലൈ അനാലിസിസ്, പ്രൊഡക്ഷൻ, കോസ്റ്റ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നത് മൈക്രോയിൽ വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയയാണ്
മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് എൻവയോൺമെൻറ്റൽ ചോയ്സ്. ജസ്റ്റ് എന്താണ് എൻവയോൺമെൻറ്റൽ ചോയ്സ് എന്നറിഞ്ഞിരിക്കാം. ദെൻ വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരുവിധം എക്കണോമിക്സിൽ എല്ലാ പരീക്ഷയ്ക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് നെക്സ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർ ഗോൺ. നമ്മൾ ഒരു കാര്യം ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും അല്ലേ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ട ഓപ്പർച്യൂണിറ്റിക്ക് പറഞ്ഞ പേരാണിത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ദെൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്ന ടേമാണ് റാഷണൽ ചോയ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. അതായത് നമ്മൾ മാർക്കറ്റിൽ എതിരാളികളുണ്ടായിരിക്കും, റൈവൽസ് അല്ലെ, അവരുമായിട്ട് എങ്ങനെ നമ്മൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഈ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്താണെന്നും അതിൻ്റെ ഭാഗമായിട്ട് പ്രൈസ് മെക്കാനിസം, എങ്ങനെയാണ് ഒരു മാർക്കറ്റിൽ പ്രൈസ് മെക്കാനിസം, ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും പ്രൈസ് മെക്കാനിസം എങ്ങനെ നടക്കുന്നത്. നമുക്കറിയാം ഡിമാൻഡും പ്രൈസും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. അതായത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും അല്ലേ, അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റും, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. സപ്ലൈയും പ്രൈസ് എന്താണ്, ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ പ്രൈസ് കൂടും, ദെൻ സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കുറയുകയും ചെയ്യും. നെക്സ്റ്റ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഏരിയകളാണ് ലോ ഓഫ് സപ്ലൈ. നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ് അല്ലേ. ലോ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈസ് കൂടുമ്പോൾ എന്തും കൂടും, സപ്ലൈയും കൂടും. ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണെന്ത് ലോ ഓഫ് സപ്ലൈ. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ് ലോ ഓഫ് സപ്ലൈ. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് സപ്ലൈ, സപ്ലൈനെ തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ്. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് എസ് വന്നിട്ടുള്ള ചോദ്യമാണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് എന്ന് പറയും. അപ്പോൾ ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ അവിടെ എന്താണ് ഡിമാൻഡ്, ഡിറ്റർമിനൻസും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. പിന്നീട് ഇവിടെ ഡിമാൻഡിൻ്റെ ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ടതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്താണ്. ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കർവിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ദെൻ ഡിമാൻഡ് കർവ് എന്താണ്, മൂവ്മെൻറ്റ് ആൻഡ് ചേഞ്ചസ്. അതായത് ഡിമാൻഡ് കർവിൻ്റെ മൂവ്മെൻറ്റ് ആൻഡ് ചേഞ്ചസ്, ദാറ്റ് മീൻസ് ഷിഫ്റ്റിംഗ് ഡിമാൻഡാണ്. ഇൻക്രീസിങ് ഷിഫ്റ്റും ഉണ്ട്, ഡിക്രീസിങ് ഷിഫ്റ്റും ഉണ്ട്. ദെൻ എന്താണ് ലോ ഓഫ് ഡിമാൻഡ്, അതിൻ്റെ എക്സംഷനും കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഡിമാൻഡ് എന്താണ്, ഡിറ്റർമിനൻസ്, ഡിമാൻഡ് ഷെഡ്യൂള്, ഡിമാൻഡ് കർവ്, ലോ ഓഫ് ഡിമാൻഡ്, അത്രയും ചോദ്യങ്ങളും എവിടുന്ന് പഠിക്കണം, ഡിമാൻഡ് എന്ന് പഠിച്ചിരിക്കണം. പിന്നെ ഡിമാൻഡിൻ്റെ എക്സംഷനിൽ വരുന്ന ഒരു പോയിൻ്റാണ് ഗിഫൺ ഗുഡ്സ്. അതായത് ലോ ഓഫ് ഡിമാൻഡ് പ്രാവർത്തികം അല്ലാത്ത കുറച്ച് ഗുഡ്സുകളുണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഒന്നാണ് ഗിഫൺ ഗുഡ്സ്. ഗിഫൺ ഗുഡ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സർ റോബർട്ട് ഗിഫൺ ആണ്. അപ്പോൾ എന്താണ് ഗിഫൺ ഗുഡ്സും അതിൻ്റെ എക്സാമ്പിളും കൃത്യമായിട്ട് പഠിക്കണം അല്ലേ. വളരെ മൂല്യമില്ലാത്ത വില കുറഞ്ഞ വസ്തുക്കളാണിത് ഗിഫൺ ഗുഡ്സിൽ വരുന്നത്. നമ്മൾ അവിടെ എന്ത് പ്രാവർത്തികമാവില്ല, ലോ ഓഫ് ഡിമാൻഡ് പ്രാവർത്തികം ആവില്ല. ദെൻ എന്താണ് ഡിമാൻഡ് ഫങ്ഷൻ, കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഗിഫൺ ഗുഡ്സ് 3 മാർക്ക് വന്നിട്ടുണ്ട്, ഡിമാൻഡ് ഫങ്ഷനും 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് ഇവിടെ വരുന്ന ഒരു ഏരിയയാണ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ. അതിൻ്റെ ഭാഗമാണ് ഇക്വിലിബ്രിയവും ന്യൂ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ ആണ്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ, അതായത് ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും കേസിൽ എങ്ങനെയാണ് പ്രൈസ് നമ്മൾ തീരുമാനിക്കുന്നത്, അതാണ് ആ ടോപ്പിക് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. അപ്പോൾ ഇവിടെ ഓരോ ടോപ്പിക്കും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഡിമാൻഡിനും സപ്ലൈക്കും നല്ലവണ്ണം പ്രാധാന്യം നൽകാം. നെക്സ്റ്റ് സെക്കൻഡ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ടു ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് എന്താണ് കൺസ്യൂമർ ഡിമാൻഡ്. ഒരു കൺസ്യൂമറുടെ ഒരു ഗുഡ്സിനോട്
അയാളുടെ അറ്റാച്ച്മെൻ്റ് ആണിത്. കൺസ്യൂമർ ഡിമാൻഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ഈ ഒരു മൊഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി. അപ്പോൾ എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. ആ തിയറിയും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് 6 മാർക്കിന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ദെൻ എന്താണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ? അതിൻ്റെ ഫംഗ്ഷനും ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങും അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അല്ല, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്താ? എസ്റ്റിമേറ്റിംഗ് ഓർ പ്രിഡിക്റ്റിംഗ് ഫ്യൂച്ചർ ഡിമാൻഡ്. നമ്മൾ ഭാവിയിലെ ഡിമാൻഡ്, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഭാവിയിലെ ഡിമാൻഡ് പ്രിഡിക്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് വന്നത്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ ഡിമാൻഡ് എസ്റ്റിമേഷനും ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങും കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയും കൂടിയാണ്. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഭാഗമാണ് എന്താണ് കോസ്റ്റ്, എന്താണ് പ്രൊഡക്ഷൻ. അപ്പോൾ 2 ഏരിയ ഉണ്ട്, കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ വരുന്നത്. അവിടെ നമ്മൾ കോസ്റ്റിനെ കുറിച്ചും പറഞ്ഞിരിക്കണം, പ്രൊഡക്ഷനെ കുറിച്ചും പറഞ്ഞിരിക്കണം. ടൈപ്സ് ഓഫ് കോസ്റ്റ്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് കോസ്റ്റ് പല ഭാഗത്തും എക്കണോമിക്സിൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടൈപ്സാണ്. ഒന്ന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, നമ്മൾ ആൾറെഡി പറഞ്ഞു. മറ്റൊന്ന് മാർജിനൽ കോസ്റ്റ്. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർജിനൽ കോസ്റ്റ് വന്നിട്ടുണ്ട്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ കോസ്റ്റാണ് ഫോർ പ്രൊഡ്യൂസിങ് ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ്. അപ്പം നമ്മൾ അഡീഷണലായിട്ട് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് വരുന്ന കോസ്റ്റാണെന്ത്? മാർജിനൽ കോസ്റ്റ്. അതായത് നമുക്ക് ഒരു 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും 100 രൂപ വന്നു. നമ്മൾ 2 യൂണിറ്റും കൂടിയും അധികം 12 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. 12 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ 110 രൂപയാണ് കോസ്റ്റ് വന്നത്. അപ്പോൾ അഡീഷണൽ എത്ര വന്നു? 10 രൂപ വന്നു. ആ 10 രൂപയാണ് എന്ത്? മാർജിനൽ കോസ്റ്റ്. അപ്പോൾ എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഇവിടെ വരുന്ന വളരെ പ്രധാനപ്പെട്ട 2 ലോകളുണ്ട്, പ്രൊഡക്ഷൻ ലോകളുണ്ട്. ഒന്നാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, മറ്റൊന്നാണ് ലോ ഓഫ് റിട്ടേൺ സ്കെയിൽ. ഈ 2 ടോപ്പിക്കും കൃത്യമായിട്ട് പഠിക്കണം. അതിന് സ്റ്റേജസ് ഉണ്ട്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പറഞ്ഞാൽ അതൊരു ഷോർട്ട് റൺ ലോ ആണ്. ലോ ഓഫ് റിട്ടേൺ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ലോങ് റൺ ലോ ആണ്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ കൃത്യമായിട്ട് പഠിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഇവിടെ വരുന്ന മറ്റൊരു ഏരിയയാണ് റവന്യൂ. അപ്പോൾ എന്താണ് റവന്യൂ, ടൈപ്സ് ഓഫ് റവന്യൂ കർവും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ പ്രൈസും റവന്യൂ തമ്മിലുള്ള റിലേഷൻഷിപ്പും കൂടിയും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പോൾ പ്രൈസും റവന്യൂ എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ്, ആ ഒരു കാര്യം കൂടിയും അവരുടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. വലിയൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കൊന്നുമല്ല. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് മാർജിനൽ യൂട്ടിലിറ്റിയാണ്, മറ്റൊന്ന് എന്താണ് അല്ലേ എസ്റ്റിമേഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ് ഓഫ് ഡിമാൻഡാണ്. ദെൻ പ്രൊഡക്ഷൻ്റെ 2 ലോകളുമാണ്. അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനും ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലും. നെക്സ്റ്റ് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 വരുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ചാണ്. മാർക്കറ്റ് സ്ട്രക്ചറിൽ വരുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷന്, അതിൻ്റെ ഫീച്ചേഴ്സ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചിരുന്നു. ദെൻ മൊണോപ്പൊളി എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലേ. സിംഗിൾ സെല്ലർ ആൻഡ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആണിത് മൊണോപ്പൊളി. അതിൻ്റെ ഓരോ ഫീച്ചേഴ്സും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്. ദെൻ ഒളിഗോപ്പൊളി എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്. ഒളിഗോപ്പൊളി എന്തായിരിക്കും? ഫ്യൂ സെല്ലേഴ്സും ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും ഉണ്ടായിരിക്കും. പിന്നീട് ഇവിടെ വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കർവുകളൊക്കെ വരുന്നൊരു ഏരിയയാണ്. അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ ഡിഫറെൻറ്റ് മാർക്കറ്റ് കോമ്പറ്റീഷൻ ആണ്. ഇവിടെ ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒന്നൊക്കെ ഇവിടുന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അതായത് ഷോർട്ട് റണ്ണിൽ അവർക്ക് ഏതൊക്കെ പ്രോഫിറ്റാണ് നേടാൻ കഴിയുക, ലോങ് റണ്ണിൽ അവർക്ക് ഏതൊക്കെ പ്രോഫിറ്റ് നേടാൻ കഴിയുക, അത് കർവിൻ്റെ സഹായത്തോട് കൂടി തന്നെ കൃത്യമായിട്ട് അവിടെ പഠിച്ചിരിക്കണം. ദെൻ മൊണോപ്പൊളി കൃത്യമായിട്ട് അതിൻ്റെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അറിഞ്ഞിരിക്കണം. മൊണോപ്പൊളിസ്റ്റിക് അറിഞ്ഞിരിക്കണം. ദെൻ ഒളിഗോപ്പൊളി, ഇവിടെ കിങ് ഡിമാൻഡ് കർവ് ആയിരിക്കും, ആ കാര്യം അറിഞ്ഞിരിക്കണം. ഒളിഗോപ്പൊളിയുടെ ടൈപ്സ് എടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇവിടെ. അവിടെ ശ്രദ്ധിക്കുക, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഏതെങ്കിലും ഒരു ചോദ്യമാണ് അവിടുന്ന് വരാൻ സാധ്യത. കഴിഞ്ഞ വർഷമൊന്നും ആ രീതിയിൽ ചോദ്യം വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ചോദ്യം അത് അധികം ഇവിടുന്ന് വരാറുള്ളത്
ഒന്നില്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ മൊണോപ്പൊളി, അല്ലെങ്കിൽ മൊണോപ്പൊളിസ്റ്റിക് ആണ് കൂടുതലും വരാറുള്ളത്. ഒളിഗോപ്പൊളിൻ്റെ ടൈപ്സ് ആണ് വരാൻ സാധ്യത. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എക്കണോമിക്സ് ആൻഡ് ഡിസ്എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ദെൻ ഗെയിം തിയറി വരുന്നുണ്ട്. എന്താണ് ഗെയിം തിയറി? അതിൽ സിംഗിൾ മൂവ് ഗെയിംസും മൾട്ടിപ്പിൾ മൂവ് ഗെയിംസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഗെയിം തിയറി ഒരു വേറിട്ട ചോദ്യമാണ്, അത് വരാൻ സാധ്യതയുണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കാം. നെക്സ്റ്റ് മൊഡ്യൂൾ 4 ബിസിനസ് ഇൻ ദി ഫാക്ടർ മാർക്കറ്റ്. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ലേബർ മാർക്കറ്റിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ലേബർ മാർക്കറ്റ്? അതിൽ വേജസ് എങ്ങനെ തീരുമാനിക്കുന്നത്, അല്ലേ? ഇൻഡസ്ട്രികളുടെ റിലേഷൻ എന്താ? ഇതൊരു ജനറൽ കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ജനറലായിട്ട് ടോപ്പിക്ക് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷന്, എങ്ങനെയാണ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ, അതുമായി ബന്ധപ്പെട്ട ഒരു ലഘു രേഖ തയ്യാറാക്കേണ്ടത്. അതായത് ചെറിയൊരു ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ അതിനെ തയ്യാറാക്കാനുള്ള കാര്യം മാത്രം പഠിച്ചു വെക്കുക. കോമൺ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്താണെന്നും ലേബർ മാർക്കറ്റ് എന്താണെന്നും അറിഞ്ഞിരിക്കുക. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഗവൺമെൻറ് റോള്. മാർക്കറ്റിൽ ഗവൺമെൻറ് റൂള് എന്താണ്? അപ്പോൾ അതും നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് ഈ ഒരു മൊഡ്യൂളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടത് LPGക്കാണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ എന്താണ് ലിബറലൈസേഷൻ, എന്താണ് പ്രൈവറ്റൈസേഷൻ, എന്താണ് ഗ്ലോബലൈസേഷൻ, ഇതിൻ്റെയൊക്കെ ബെനഫിറ്റും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് ആഫ്റ്റർ എഫക്റ്റും ബിഫോർ എഫക്റ്റും. അതായത് LPG 1991 ന്യൂ എക്കണോമിക് പോളിസി വരുന്നതിൻ്റെ മുമ്പുള്ള ഇന്ത്യയും ആഫ്റ്റർ ഇന്ത്യൻ്റെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടും കുഴപ്പമില്ല. നിങ്ങൾ എന്താ ലിബറലൈസേഷൻ, അല്ലെ? ലിബറലൈസ് ചെയ്യുക, ഗവൺമെൻറ് ചില റൂളുകളൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് അയവുകൾ വരുത്തുക. ദെൻ പ്രൈവറ്റൈസേഷൻ പറഞ്ഞാൽ ഗവൺമെൻറ് അടിസ്ഥാനത്തിലുള്ളത് പ്രൈവറ്റായി കൂടി തുടങ്ങാനുള്ള അനുമതി കൊടുക്കുക. ഗ്ലോബലൈസേഷൻ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിന്ന് എക്സ്പോർട്ടുകളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും അവിടുത്തെ മാർക്കറ്റ് നമ്മുടെ രാജ്യത്ത് വരാനുള്ള അനുമതി കൊടുക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളും LPG, ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ലിബറലൈസേഷൻ ചോദിച്ചിരുന്നു, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ്റെ ബെനഫിറ്റും ചോദിച്ചിരുന്നു. അപ്പോൾ ഗ്ലോബലൈസേഷൻ നമുക്കറിയാം, MNCകളും മൾട്ടിനാഷണൽ കമ്പനീസും വിദേശ കമ്പനികളൊക്കെ നമ്മുടെ നാട്ടിൽ വരൽ തുടങ്ങിയത് ആഫ്റ്റർ ഗ്ലോബലൈസേഷനാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. പിന്നീട് മാക്രോ എക്കണോമിക് പോളിസീസ്. ഇവിടെ ഫിസിക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും നിർബന്ധമായിട്ടും പഠിക്കണം. അവിടുന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഫിസിക്കൽ പോളിസി ചോദിക്കും, ചിലപ്പോൾ മോണിറ്ററി പോളിസി ചോദിക്കും. കഴിഞ്ഞ വർഷത്ത് എക്സാമിന് ഫിസിക്കൽ പോളിസിയാണ് അവിടുന്ന് ചോദിച്ചിട്ടുള്ളത്. ദെൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണ്, എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, ഈ കാര്യം കൂടി ഇവിടെ അറിഞ്ഞിരിക്കുക. ദെൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP. എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്? കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ബിസിനസ് എക്കണോമിക്സിൻ്റെ 4 മൊഡ്യൂളിലെയും ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.